പീരുമേട് പഞ്ചായത്തിലെ പട്ടുമുടി, രാജമുടി എന്നീ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ തിരികെ വനത്തിലേക്ക് കയറ്റിവിടുന്നതിനുള്ള നടപടികൾ വനം വകുപ്പ് ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പ്രദേശത്ത് 3 കാട്ടാനകൾ എത്തിയത്. ഇതിനെ തുടർന്ന് നാട്ടുകാർ വലിയ ആശങ്കയിലായിരുന്നു. ആനകളെ കാട് കയറ്റുന്നതിന്റെ ഭാഗമായി സ്ഥലം MLA അഡ്വക്കേറ്റ് സിറിയക് തോമസും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KV രതീഷുമായി ചർച്ച നടത്തി. തുടർന്ന് ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി വനം വകുപ്പ് മേഖലയിൽ തെരച്ചിൽ ആരംഭിച്ചു. നമുക്ക് ഇവിടുന്ന് ഇതിനെ ഓടിച്ചു വിടുക എന്നുള്ളതാണ്. ഞാനും ആ പ്രദേശമൊക്കെ കണ്ടപ്പോഴേ അവിടെ ആളുകൾക്ക് നിൽക്കാവുന്ന ആഹാരമൊക്കെ കൂടുതലായിട്ട് ലഭ്യമായിരുന്നതാണ്. പക്ഷെ നമ്മുടെ ആളുകളുടെ മുറ്റത്ത് കുറേ ഞാൻ അന്ന് ചെന്നപ്പോൾ 2 പറമ്പുകൾ നശിപ്പിച്ചിട്ട് പോയേക്കുന്നുണ്ട്. അതിനുള്ളതാണ് നമുക്ക് ആളുകളുടെ ഒരു ആശങ്കയായിട്ടാണ്. നമുക്ക് അവരുടെ ഒരു സുരക്ഷിതത്വം നമുക്ക് ഉറപ്പാക്കണം, കൃഷിയും ഉറപ്പാക്കണം. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഓടിച്ച് 3 ടീമുകളിലായി തെരച്ചിൽ നടന്നത്. വണ്ണൻപതാൽ, പീരുമേട്, കുമിളി, അയ്യപ്പൻകോവിൽ, എരുമേലി എന്നീ ഫോറസ്റ്റ് സ്റ്റേഷനുകളിൽ നിന്നുള്ള വനംവകുപ്പ് ജീവനക്കാരും RRT വാച്ചർമാരും അടങ്ങുന്ന 34 അംഗ സംഘമാണ് ദൗത്യത്തിൽ പങ്കാളികളാകുന്നത്. കാട്ടാനകളുടെ സ്ഥാനം കണ്ടെത്തിയതിനു ശേഷം മേഖലയിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയതിനു ശേഷം സുരക്ഷിതമായി വനത്തിലേക്ക് കയറ്റിവിടുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. തുടർന്ന് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് തടയുവാൻ അടിയന്തരമായി സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുവാൻ MLAയുടെയും പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ചർച്ചയിൽ തീരുമാനമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി രമേശ്, പഞ്ചായത്ത് അംഗങ്ങളായ അനൂപ്, ബിജു, ധനലക്ഷ്മി, റേഞ്ച് ഓഫീസർ KV രതീഷ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ന്യൂസ് ബ്യൂറോ.